ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. മുന്നണിയിലെ ചെറിയ പാർട്ടികളെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്ന് ബി.ജെ.പിയും ആർ.ജെ.ഡിയും സീറ്റ് വിഭജനം 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുമെന്ന് ബി.ജെ.പി നേതൃത്വം പറയുന്നു. ഞായറാഴ്ച ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും. മഹാസഖ്യത്തിൽ കോൺഗ്രസ് ആർ.ജെ.ഡി സീറ്റ് വിഭജനം അവസാന ഘട്ടത്തിലുമാണ്. ഇടതു പാർട്ടികളെ അനുനയിപ്പിക്കാനുള്ള നീക്കവും തുടരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, പറഞ്ഞ പോലെ തന്നെ ബീഹാറിലേക്ക് വരികയാണെങ്കിൽ NDA പ്രതിസന്ധിയിലാക്കുന്നത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയാണ്. ആർ.ജെ.ഡി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. പക്ഷേ സീറ്റ് വിഭജനം ഇപ്പോഴും പ്രതിസന്ധി. എത്രത്തോളം തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു? അമ്പിളി, രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2 ഘട്ടങ്ങളിലായി ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആർ.ജെ.ഡിയുടെ പോരാട്ടം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആർ.ജെ.ഡിയുടെ ഭാഗത്ത് നിന്ന് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടം അവർ ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസിനും അക്കാര്യത്തിൽ മറിച്ച് അഭിപ്രായമുണ്ടെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഈ വിഷയത്തിൽ ചർച്ചയല്ല. മാത്രമല്ല, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും സീറ്റ് വിഭജനം കീറാമുട്ടി തന്നെയാണ്. 60 സീറ്റിലധികം വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 58 സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഇടത് പാർട്ടികൾക്ക് കഴിഞ്ഞ തവണ മികച്ച പോരാട്ടം നടത്തിയ മികച്ച വിജയം നേടിയ സ്ഥലമാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം സീറ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 16 സീറ്റുകളിലാണ് ഇടത് പാർട്ടികൾ CPIM, CPI, CPM തുടങ്ങിയ പാർട്ടികൾ വിജയിച്ചു കയറിയത്. 29 സീറ്റ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിന് നൽകിയതുമായി വെച്ച് നോക്കുമ്പോൾ വലിയ വിജയ ശതമാനം ഇടത് പാർട്ടികൾക്ക് ഉണ്ടാകുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് 2020. അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ 40 സീറ്റ് ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഈ 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ മഹാസഖ്യത്തിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും കൂടുതൽ സീറ്റുകൾ ആർ.ജെ.ഡി മത്സരിക്കുകയും തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുപോകുന്ന നടപടി തന്നെയായിരിക്കും മഹാസഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരിക. മറുവശത്ത് NDAയിലേക്ക് വന്നാൽ പ്രധാനമായും ഇടഞ്ഞു നിൽക്കുന്നത് LJP തന്നെയാണ്. ചിരാഗ് പാസ്വാൻ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കൃത്യമായി കേന്ദ്രമന്ത്രിമാരുമായി 2 തവണയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. അതോടൊപ്പം തന്നെ നിത്യാനന്ദ റായുമായി ഇന്നലെ രാത്രി വൈകിയും കൂടിക്കാഴ്ച നടത്തി. ഈ ചർച്ചകൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്ന് മാത്രമാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. സീറ്റ് എത്ര എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ധാരണയെത്തില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജൻസൂരജ് പാർട്ടിയുമായി, അതായത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുമായി നേരത്തെ LJP ചില ചർച്ചകൾ പ്രാഥമികമായി നടത്തിയിരുന്നു. അതായത് മുന്നണി വിട്ട് ഈ സഖ്യത്തിനൊപ്പം ചേരാം എന്നുള്ള തരത്തിലായിരുന്നു. കാരണം അങ്ങനെ തീരുമാനിച്ച സമയത്ത് തന്നെ ജൻസൂരജ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തേക്കുള്ള 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷെ അവർ 52 സീറ്റിലേക്ക് മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചരട് നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വരുന്ന മണിക്കൂറുകൾ മാത്രമാണ് വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അതേസമയം തന്നെ NDAയുടെ സീറ്റ് വിഭജനം ഈ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശനിയാഴ്ച ഈ പട്ടിക, പ്രാഥമിക സ്ഥാനാർത്ഥികളുടെ പട്ടിക ദേശീയ നേതൃത്വത്തിന് നൽകും. ആ പട്ടിക പാനലിന് കൊടുക്കും. അത് അംഗീകരിച്ച ശേഷം ഞായറാഴ്ച BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഒന്നെങ്കിൽ രാത്രി വൈകി അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. അതോടുകൂടി തന്നെ NDAയുടെ പൂർണ്ണമായ ഒരു പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് സ്വന്തം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനൊരു മാറ്റമുണ്ടാക്കിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അമ്പിളി.